അമേരിക്കയിലെ ഒഹായോയിൽ 30 വർഷത്തിലേറെയായി ഫ്രീസ് ചെയ്തു വെച്ച ഭ്രൂണത്തിൽ നിന്ന് കുഞ്ഞ് ജനിച്ചു. 1994-ൽ അന്ന് 62 വയസ്സുണ്ടായിരുന്ന ലിൻഡ ആർച്ചറിൻ്റെ ഭ്രൂണങ്ങളിലൊന്ന് സ്വീകരിച്ചാണ് ഇക്കഴിഞ്ഞ ജൂലൈ 26-ന് ഒഹായോയിൽ നിന്നുള്ള ലിൻസെ പിയേഴ്സിന് കുഞ്ഞ് ജനിച്ചത്. സാങ്കേതികമായി പറഞ്ഞാൽ ജനിക്കുമ്പോൾ ലോകത്തെ ഏറ്റവും പ്രായമേറിയ കുഞ്ഞാണ് വൈദ്യശാസ്ത്ര ലോകത്ത് സുപ്രധാന വഴിത്തിരിവായി ജനിച്ചത്. പിറന്ന ആൺകുഞ്ഞിന് തദ്യുസ് ഡാനിയേൽ പിയേഴ്സ് എന്നാണ് പേര് നൽകിയത്. കഴിഞ്ഞ 7 വർഷമായി ഗർഭം ധരിക്കാൻ ശ്രമിച്ചിരുന്ന ലിൻസെ പിയേഴ്സും ഭർത്താവ് ടിം പിയേഴ്സും 30 വർഷം മുമ്പുള്ള ഭ്രൂണം ദത്തെടുക്കുകയായിരുന്നു. 1994-ൽ ഇൻ വിട്രോ ഫെർട്ടിലൈസേഷൻ വഴി ലിൻഡ ആർച്ചറിന് വേണ്ടി നിർമ്മിച്ച 4 ഭ്രൂണങ്ങളിൽ ഒന്നായിരുന്നു ഇവർ സ്വീകരിച്ചത്. അന്നത്തെ 4 ഭ്രൂണങ്ങളിലൊന്ന് ലിൻഡ ആർച്ചറിൻ്റെ ഗർഭപാത്രത്തിലേക്ക് മാറ്റുകയും ഒരു മകൾ ജനിക്കുകയും ചെയ്തിരുന്നു. അന്നത്തെ പെൺകുട്ടിക്ക് ഇന്ന് 30 വയസ്സുണ്ട്. 30കാരിക്ക് 10 വയസ്സായ കുട്ടിയുമുണ്ട്. അന്ന് ഉപയോഗിക്കാത്ത ഭ്രൂണങ്ങൾ ക്രിയോ പ്രിസർവ് ചെയ്ത് സൂക്ഷിക്കുകയായിരുന്നു. സ്ത്രീയുടെ അണ്ഡാശയത്തിൽ നിന്ന് അണ്ഡങ്ങൾ വേർതിരിച്ചെടുത്ത് ലബോറട്ടറിയിൽ ബീജമുപയോഗിച്ച് ബീജസങ്കലനം ചെയ്യുന്ന ഒരു തരം ഫെർട്ടിലിറ്റി ചികിത്സയാണ് ഇൻ വിട്രോ ഫെർട്ടിലൈസേഷൻ അഥവാ IVF. ഇങ്ങനെ രൂപപ്പെടുന്ന ഭ്രൂണങ്ങൾ പിന്നീട് ഗർഭപാത്രത്തിലേക്ക് മാറ്റുന്നു. ഇവ ഫ്രീസ് ചെയ്ത് സൂക്ഷിക്കുകയും ചെയ്യാം. ബ്രിട്ടനിൽ 2000-ൽ IVF ജനന നിരക്ക് 1.3%. 2023-ൽ ഇത് 3.1% ഉയർന്നു. ബ്രിട്ടനിലെ 40-നും 44-നും ഇടയിൽ പ്രായമുള്ള സ്ത്രീകളിൽ ജനനം നൽകിയതിൽ 11% IVF പ്രകാരമായിരുന്നു. അമേരിക്കയിലെ ജനനങ്ങളിൽ 2% IVF ചികിത്സയിലൂടെയാണ്. ഹ്യൂമൻ ഫെർട്ടിലൈസേഷൻ ആൻഡ് എംബ്രയോ അതോറിറ്റിയുടെ കണക്ക് പ്രകാരം ലോകത്തെ ജനനങ്ങളിൽ 0.5% IVF പ്രകാരമാണ്.